പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ ആരംഭത്തിൽ ഒരു പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. സാധാരണയായി വിൻസെൻഷൻ അച്ഛന്മാരുടെ ഇടവകയിൽ ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ്റെ അല്ലെങ്കിൽ ആരാണോ അവിടെ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഒരു പുരോഹിതന് മുമ്പിൽ മുട്ടുകുത്തുന്ന പ്രാർത്ഥന ചോദിക്കുന്നതിന് പതിവുണ്ട്. പ്രത്യേകിച്ച് പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ കുവൈറ്റിൽ വരുന്നത്, ആദ്യമായിട്ടാണ് അവിടെ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നത്, ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെയുള്ള ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ മുമ്പിൽ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന എൻ്റെ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധീകരണം തെളിക്കും. ഈ സമയത്ത് നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് രണ്ട് കരകളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ പുരോഹിതരെയും ഓർക്കുക, എല്ലാ സന്യസ്തരെയും ഓർക്കുക, എല്ലാ ആത്മാശുശ്രൂഷരെ ഓർക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിമിഷം നമ്മൾക്ക് നമ്മുടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വചന ശുശ്രൂഷ ആരാധന നയിക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ജോണച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരണമേ. ഈ ഒരു ദേവാലയത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവിടെ ഞാനുണ്ട് എന്നരുൾ ചെയ്ത ഈശോയെ, അങ്ങ് വാഗ്ദാനങ്ങൾ ഒരിക്കലും മറക്കുന്നില്ലല്ലോ. അങ്ങയുടെ വാക്കുകൾ ഒരിക്കലും വെറുതെ ആയി പോകുന്നില്ലല്ലോ. അങ്ങയുടെ വാക്കുകൾ പാഴായി പോകുന്നില്ലല്ലോ. ഈശോയെ, ആ ഒരു വാഗ്ദാനം അനുസരിച്ച് കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മധ്യയുണ്ട്, ഞങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്, ഞങ്ങളുടെ ഈ ദേവാലയത്തിലുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഈ ഒരു ദേവാലയത്തിൽ നയിക്കണമേ. അതുപോലെ തന്നെ ഈ വചന ശുശ്രൂഷ, ഈ ആരാധന നയിക്കുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ജോണച്ചനെ അങ്ങ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറച്ചരുളണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ ഈ ഒരു ആരാധന നയിക്കുവാനായിട്ട് വന്നിരിക്കുന്ന അച്ഛനെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അച്ഛനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം.
സ്വസ്തി. ഒരു കൈ ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് ഇടത് കൈ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. Kindly put your left hand over your chest. Lift your right hand and pray. ഞാൻ പറയുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. ആബാ പിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആബാ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആബാ പിതാവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ആബാ പിതാവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും കൂപ്പിപ്പിടിച്ച് ഈശോയുടെ മുഖത്തേക്ക് നോക്കി പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആരാധിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ടൊന്ന് പാടാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുമ്പിൽ അടച്ച് കുമ്പിടുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും കൈകൾ കൂപ്പി ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും സർവസ്വവും
കണ്ണുകളടച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. നിന്റെ ഹൃദയത്തിലും ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദൈവം, നിന്റെ ശരീരത്തിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, ഈ അൾത്താരയിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അനുസ്മരിക്കുക. ഇതാ ദൈവം നമ്മോടുകൂടെ, ഇതാ ദൈവം നമ്മോടുകൂടെ. അവിടുന്ന് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റി. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങൾ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതലുള്ള വചനങ്ങൾ ഈശോ അവിടെ ചെയ്തു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Come to me, all those who are carrying heavy burden, I shall give you rest and peace, for my yoke is easy to carry. കർത്താവേ, നിന്റെ കരങ്ങളിലേക്കുള്ള ഭാരങ്ങളെല്ലാം വെച്ചു തരുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം വെച്ച് തരുന്ന കർത്താവേ, ഞങ്ങളിതാക്കി ആരാധിക്കുന്നു. ഇനി ആരാധിക്കാൻ ഒരു സ്ഥലം തന്നതിന് നന്ദി പറയുന്നു. ആരാധിക്കാൻ ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു. ആരാധിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. ആരാധനയിൽ സൗഖ്യം തരുന്നതിന് നന്ദി പറയുന്നു. ആരാധനയിൽ ദുഃഖങ്ങളെടുത്ത് മാറ്റുന്നതിന് നന്ദി പറയുന്നു. ആരാധനയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനോട് നന്ദി പറയുന്നു. ആരാധനയിൽ എഴുന്നള്ളി വരുന്നതിനോട് നന്ദി പറയുന്നു. ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം വചനത്തിൽ നമ്മളിത് വായിക്കുന്നു. അതിനുശേഷം സ്വർഗത്തിൽ ഇടിമുഴക്കത്തിൻ്റെതുപോലുള്ള വലിയ സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ. ആധിപത്യവും ശക്തിയും മഹത്വവും നമ്മുടെ കർത്താവിൻ്റെതാണ്. After this I heard a loud voice of a great multitude in heaven saying, Hallelujah. Salvation, glory and power belong to our God. Hallelujah. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. വലിയൊരു ശക്തി സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ ഡാം തുറന്നു വിടുന്നത് പോലെ ഈ സമൂഹത്തിലേക്ക് ഒഴുകുന്ന നിമിഷങ്ങളാണ്. വലിയൊരു കൃപ നിങ്ങൾക്ക് ദൈവം പ്രത്യേകമായിട്ട് തരുന്ന നിമിഷങ്ങളാണ്. അത് വിശുദ്ധ കുർബാനയിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയാം. വിശുദ്ധ കുർബാന സംഭവിച്ചു കഴിഞ്ഞു. ആരാധനകളൊക്കെ പൂർത്തിയാക്കി കർത്താവ്. പ്രിയപ്പെട്ടവരുടെ വിശ്വാസത്തോടെ ദൈവത്തിന് മുമ്പിലായിരിക്കുക, വിശ്വാസത്തോടെ ദൈവത്തിന് മുമ്പിലായിരിക്കുക. ഒരു രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവിന്റെ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വെളിവിൽ നോക്കാൻ ഞാൻ സുഖപ്പെടും എന്നവൾ ഹൃദയത്തിൽ വിശ്വസിച്ചു. അങ്ങനെ ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ടു. അപ്പോൾ തന്നെ ഷോക്ക് അടിക്കുന്നത് പോലെ ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവളുടെ ബ്ലീഡിങ്, രക്തസ്രാവം നിലച്ചു. യേശു ഏറ്റവും ദിവസം ആരാണ് എന്നെ തൊട്ടത്? പത്രോസ് പറഞ്ഞു, ആൾക്കാരെല്ലാം തിങ്ങി ഞെരുങ്ങി ഇവിടെ നിൽക്കുകയല്ലേ, എന്താണ് ഇങ്ങനെ ചോദിക്കുന്ന, ആരാണ് തൊട്ടത്? അപ്പോൾ ഈശോ പറയുകയാണല്ല, വിശ്വാസം കൊണ്ട് എൻ്റെ ഒരു മകള് തൊട്ടു. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. എന്റെ കർത്താവ് അപ്പോൾ ആ മകള് ഈശോയുടെ മുമ്പിൽ വന്ന് സാഷ്ടാംഗങ്ങൾ ഞാനാണ് നിന്നെ തൊട്ടതെന്ന് പറഞ്ഞു. ഈശോ മകളെ എല്ലാ വ്യാധിയിൽ നിന്നും മുക്തിയായിരിക്കുക എന്ന് പറഞ്ഞ് കർത്താവ് ആ മകളെ അനുഗ്രഹിച്ചു. അതേ ദൈവത്തിന് നമ്മുടെ മധ്യത്തിലുണ്ട്. എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. ആമേൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. മാറ്റമില്ലാത്തവനാണ് അവിടുന്ന്. അവിടെ ഏറ്റവും പറഞ്ഞ് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉയർത്തി പറഞ്ഞ് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലിന് ദീർഘസമയം നിൽക്കാൻ വേദന ഉണ്ടായിരുന്ന 3 പേരെ ഈശോ സുഖപ്പെടുത്തി കഴിഞ്ഞു. രക്തസ്രാവക്കാരി സ്ത്രീയുടെ കാര്യം പറഞ്ഞപ്പോൾ അതേ അസുഖമുള്ള 12 പേരെ കൂട്ടായ്മയുണ്ട്. അവരിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വന്നിട്ടുണ്ട്. പരിശാന്തപ്പെട്ട് തിന്മയിൽ അടിപ്പെട്ട് ജീവിക്കുന്ന 7 പേരെ ഈശോ സുഖപ്പെടുത്തുന്നു. ഭർത്താവിന് പെട്ടെന്നുള്ള ദേഷ്യം, അതായത് ഭാര്യയുടെ പ്രാർത്ഥന പോലും ആ ഒരു പീഡയിൽ നിന്ന് കർത്താവ് അവരെ സുഖപ്പെടുത്തുന്നു. പോലുള്ള ഭയത്തിൽ കഴിയുന്ന ഏതാനും പേരെ കർത്താവ് ശക്തിപ്പെടുത്തുന്നു. ഈശോ പറയുന്നു, യേശുവേ നന്ദി. എല്ലാ കാര്യങ്ങളിലും ഭയം, വണ്ടി ഓടിക്കാൻ ഭയമുള്ള 3 പേരെ കർത്താവ് എടുത്തു മാറ്റുന്നു, ഭയപ്പെടുത്തുന്നു. യേശുവെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള 12ഓളം കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം നൽകി ഈശോ അനുഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ച് വയറിന്റെ ഗ്യാസ് ട്രബിള് ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കാൻ തോന്നുന്ന ഒരു വ്യക്തിയെ പരിപൂർണമായിട്ട് കർത്താവ് അതിനെ സുഖപ്പെടുത്തുന്നു. രണ്ട് കരങ്ങൾ തലയിൽ കമിഴ്ത്തി വെച്ച് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുക. ആബാ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തത്തിൽ എന്നെ കഴുകണമേ. ആബാ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തത്തിൽ എന്നെ കഴുകണമേ. എന്റെ ശരീരത്തെ കഴുകണമേ, എന്റെ മനസാക്ഷിയെ കഴുകണമേ, എന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ, എന്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. എന്റെ ആകുലതയും ഭയവും അസ്വസ്ഥതയും എടുത്തു മാറ്റി എന്നെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഒരു വചനം കർത്താവിനെ ഓർമ്മിച്ചിരുന്നു, പ്രാർത്ഥിച്ച് തീരുമുമ്പേ ഞാൻ നിനക്ക് ഉത്തരം തരും. പ്രൈസ് ദി ലോർഡ്. വിളിക്കുമ്പേ ഞാൻ മറുപടി തരും എന്നൊരു വചനം കർത്താവ് ഓർമ്മിച്ചു തരുന്നു. ഇതാ ഞാൻ എന്ന് കർത്താവ് പറയുന്നു. വിളിക്കും മുമ്പേ ഉത്തരം തരുന്നവനാണ്, പ്രാർത്ഥിച്ച് തീരുമുമ്പേ മറുപടി തരുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവിന് നിങ്ങളോട് പറയാറുണ്ട്. അത് നമുക്ക് കേൾക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇരിക്കാം. എല്ലാവരും സെൻസ് മുമ്പിട്ട് നമുക്ക് ഈശോയുടെ മുമ്പിൽ ഇരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കർത്താവിന് നിങ്ങളോട് പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സന്ദേശം നിങ്ങളോട് പറയുകയാണ്. അതെന്താണ്? ഈശോയ്ക്ക് ഇന്ന് നിങ്ങളോട് ഈ മാസാവധി വ്യാഴാഴ്ച ഫെബ്രുവരി മാസം 5-ാം തീയതി 2025 ഈ കുവൈറ്റിലുള്ള ഈ ബേസ്മെന്റ് ചാപ്പലിൽ വെച്ച് ഈശോയ്ക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണം. അപ്പോൾ നിങ്ങൾ പറയാം, കർത്താവെ അരുളി ചെയ്താലും, കർത്താവെ അരുളി ചെയ്താലും ദാസനിതാ ശ്രമിക്കുന്നു. കർത്താവെ അരുളി ചെയ്താലും ദാസനിതാ ശ്രമിക്കുന്നു. കർത്താവെ അരുളി ചെയ്താലും ദാസനിതാ ശ്രമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം കർത്താവിന് പറയാനുള്ളത് എന്താണെന്ന് അറിയാവോ? ഈശോ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കുവിൻ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായോ? ഇത് പലരും കേൾക്കുന്നതിന്റെ ദുഃഖത്തോടെ. പ്രൈസ് ദി ലോർഡ്. ഈശോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. അത് ആ വചനം എവിടെയാണുള്ളത്? 1 തെസ്സലോനിക്ക, 1 Thessalonians chapter 5:17 അല്ലെ 15-17 ഇത് പറയുകയാണ്, റിജോയ്സ് ഓൾവേസ്. പറഞ്ഞേ, റിജോയ്സ് ഓൾവേസ്. Pray without ceasing. Give thanks to God in all circumstances. Praise the Lord. അതിന്റെ മലയാളത്തിലാണ് റിജോയ്സ് ഓൾവേസ്. കർത്താവിൽ
ഞാൻ നിങ്ങളോട് വീണ്ടും പറയും, നിങ്ങൾ സന്തോഷിക്കുവിൻ. പറഞ്ഞു, സന്തോഷിക്കുവിൻ. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഈശോയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ എന്ന് പറഞ്ഞു, ഈശോ നിങ്ങളാർക്കും ചിരിച്ചേ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ചിരിക്കാനുള്ള കൃപയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈശോ പറയാണ്, വചനം പറയാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. പറഞ്ഞേ, അതിനെന്താ ചെയ്യേണ്ടത്? ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഈ കുവൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ദുഃഖിച്ച് വിഷമിച്ച് നരകി ചോര പ്രശ്നത്തിന്റെ പുറകെ നടന്ന് വട്ടം കറങ്ങി നടക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നാമത്തെ കാര്യം സന്തോഷം തരാൻ വേണ്ടിയിട്ടാണ്. ഈ സന്തോഷം തരുന്ന ദൈവമാണ്. അതാർക്കും ദൈവം തരുന്ന സന്തോഷം ആർക്കും എടുത്തു മാറ്റാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ള സന്തോഷമെല്ലാം കടന്നു പോകും. ചിലരുടെ സന്തോഷം കുറെ പൈസ കിട്ടുന്ന സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ സന്തോഷം നല്ലൊരു ഭക്ഷണം കഴിക്കുന്ന സന്തോഷമാണ്. ഇതെല്ലാം കടന്നു പോകും. പണം വരും, അത് പോകും. പ്രൈസ് ദി ലോർഡ്. ഭക്ഷണം ഇന്ന് കഴിച്ച് നാളെ കഴിക്കണം. ചിലരുടെ സന്തോഷം സെക്സിലാണ്, സെക്ഷൽ ചിന്തകളിലാണ് അവർ ആനന്ദിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ സന്തോഷം തരുന്നത് യേശു ക്രിസ്തുവാണ്. ഈശോ പറയുകയാണ്, നിങ്ങളുടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. ഈ കുവൈറ്റിൽ വന്നിട്ട് നമ്മൾ ദുഃഖിച്ച് നരകിച്ച് നടക്കണം ദൈവം ആഗ്രഹിക്കുന്നൊന്നുമില്ല. ദൈവം ആഗ്രഹിക്കുന്ന സഹനങ്ങൾ നമ്മൾ ഏറ്റെടുത്താൽ മതി. പറഞ്ഞ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കും. അടുത്ത വചനം ഇതാണ്, നിന്റെ ആഗ്രഹം. നമുക്കൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഇവിടെ എന്തെങ്കിലും നിയോഗമായിട്ട് വന്നിട്ടുള്ളവരെന്ന് കൈ ഉയർത്തി പിടിച്ച്, എന്തെങ്കിലും നിയോഗം നിനക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്പം മുമ്പ് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛനോട് പറയുകയാണ്, അച്ഛാ ഇതെല്ലാം ഒത്തിരി നിയോഗമാണ്, വായിച്ചാൽ തീരുകയില്ല, അതുകൊണ്ട് ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നിയോഗമാണ്. നിങ്ങളുടെ കൈയൊന്ന് ഉയർത്തി പിടിച്ച്, ഈ നിയോഗം കർത്താവ് കേൾക്കട്ടെ. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലുണ്ട്. കർത്താവേ, ഈ നിയോഗം എല്ലാം ഈ നിയോഗത്തിലേക്ക് ദൈവിക ശക്തി കടന്നു വരട്ടെ. ഈ നിയോഗം എഴുതിയ വ്യക്തികളായിരിക്കും അവരുടെ നിയോഗങ്ങൾ കർത്താവിൽ കൂടെ ആശീർവദിക്കട്ടെ. ഈ നിയോഗങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ. സ്വന്തമായിട്ട് വീടില്ലാത്തവർ, സ്വന്തമായി ജോലിയില്ലാത്തവർ, ഒരു വാഹനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ, ഇമിഗ്രേഷൻ സംബന്ധിച്ച പ്രശ്നമുള്ളവര്, ഏതെങ്കിലും രോഗപ്പെട്ടുള്ളവർ, കളിയുന്നവര്, സമാധാനം നഷ്ടപ്പെട്ടവര്, അവരുടെ എല്ലാ സമാധാനം ഉണ്ടാകട്ടെ. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇതിലെഴുതി വെച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളും ദൈവം വചനപ്രകാരം പൂർത്തിയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യവസ്ഥയുണ്ട്. നിങ്ങളുടെ നിയോഗം സാധിച്ചു കിട്ടാനുള്ള വ്യവസ്ഥ എന്താണ്? അത് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. Psalm chapter 37 verse 4. Psalm chapter 37 verse 4 says like this, take delight in the Lord and he will fulfill the desires of your heart. Take delight in the Lord and he will fulfill the desires of your heart. കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടുന്ന് നിന്റെ ആഗ്രഹം സാധിച്ചു തരും. പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞേ സങ്കീർത്തനം 37:4. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹം സാധിച്ചു തരും. വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് കൂടെ പറയുന്നത്. എന്താണെന്നറിയാം, പിള്ളേരെല്ലാം ഭാവിയിലെ സുവിശേഷകരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. പ്രൈസ് ദി ലോർഡ്. ഭാവിയിലെ വൈദികര്, വലിയ വിഷണിമാരാണ് നിങ്ങളെല്ലാം. നിങ്ങൾ യേശുവിന്റെ സാക്ഷികളാണ്. അതുകൊണ്ട് ഏറ്റു പറഞ്ഞ Psalm 37:4, take delight in the Lord and he will fulfill the desires of your heart. എന്റെ മകനെ, മകളെ, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരും എന്ന് വചനം പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വചനത്തിൽ പറയുകയാണ്, അവൻ ആത്മാവിൽ ആനന്ദിച്ചു. വരാൻ പോകുന്നത് എന്നെ നിന്നെ എല്ലാം കണ്ട് ദൈവം ആനന്ദിച്ചു എന്ന് പറയുക. നമ്മുടെ ദുഃഖത്തിന്റെ പല തലയ്ക്കകത്തേക്ക് ദുഃഖ ചിന്തകളാണ് പലപ്പോഴും കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു പള്ളിയിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുറെ നിയോഗങ്ങളാണ്. അത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ മദ്യപാനാകാം, നമ്മുടെ തന്നെ എന്തെങ്കിലും കുറവ് ഓർത്തിട്ടാകാം. അപ്പൊ നമ്മളിലേക്ക് ഇങ്ങനെ ദുഃഖ ചിന്തകളാണ് ആദ്യം കടന്നു വരുന്നത്. ഞാൻ ഈ പറയുന്നത് സത്യമാണോ? സത്യമാണോ?
നിങ്ങൾ കുവൈറ്റിലുള്ളവർ സത്യമേ പറയുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. ശരിയല്ലേ? നമുക്ക് കുറേ സന്തോഷിക്കാനുണ്ടെങ്കിൽ ആദ്യം നെഗറ്റീവ് ചിന്ത തലയിലേക്ക് കയറി വരുന്നത്. എനിക്ക് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ദൈവത്തെ മാറ്റിക്കൊണ്ട് അതൊക്കെ മാറിയത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം, ആ പ്രശ്നത്തെ ഇങ്ങനെ നോക്കിയിരിക്കും. അല്ലെങ്കിൽ ആ രോഗം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു പ്രശ്നം ജോലി സംബന്ധമായ അത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തലയ്ക്കകത്ത് കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. അതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നിങ്ങൾ ആനന്ദിക്കുകയും ഡിലൈറ്റ് എന്നതിനോട് സന്തോഷിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ ദുഃഖ ചിന്തകളെല്ലാം മാറാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. അതിനെന്താണെന്നറിയാവോ? നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ വചനം ഓർക്കുക. ഈശോ എന്താ പറഞ്ഞേ? പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്ത് എന്തും ലഭിക്കും എന്ന് വിശ്വസിക്കുകയും അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതെവിടെ കർത്താവ് പറഞ്ഞത്? മർക്കോസ് 11:24. ഈ ദിവസം ഒരുപാട് പേര് ഡാനിയൽ പൂർണ്ണത്തിലച്ഛൻ്റെ ബൈബിൾ വചന പഠന പദ്ധതിയിൽ ചേർന്ന് ബൈബിൾ വായിക്കുന്നുണ്ട്. അസെൻഷൻ എന്ന് പറയുന്ന ഒരു അമേരിക്കയിലുള്ള ഒരു അച്ഛൻ്റെ ആ ശുശ്രൂഷ അതിലായിരുന്നു. പിന്നെ ആ പഠനപരമായി ഒത്തിരി പേര് ബൈബിൾ വായിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് പൂർത്തിയാക്കാം. പക്ഷെ ഒരു വചനം നമ്മൾ പഠിക്കണം, ആ വചനത്തിന് ആനന്ദിക്കണം. അതിലൊരു വചനമാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഒരു വചനം എന്താ പറഞ്ഞേ? പ്രാർത്ഥിക്കുകയും യാചിക്കുകയും എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഏറ്റു പറഞ്ഞേ മർക്കോസ് 11:24. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് അവ ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ 10 പേരോട് ഒച്ച പോയി. അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരണം. ഞാൻ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം. ഞാൻ ന്യൂജേഴ്സിയിൽ നിന്ന് ബഹുമാനപ്പെട്ട മാത്യു നയിക്കും പെർമനൻസിനൊക്കെ കഴിഞ്ഞ വർഷം ബൈബിൾ കൺവെൻഷൻ വന്നപ്പോൾ അവരെ കൊണ്ട് വണ്ടി ഓടിച്ച് ഇങ്ങനെ വരുക. അപ്പോൾ ഹൈവേയിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചപ്പോൾ 6 ലൈൻ റോഡ്, 6 8 എത്രയാണ് കൃത്യം ഓർക്കുന്നില്ല. ഒരു ദിവസത്തെ 3 ലൈൻ അപ്പുറത്ത് ഇങ്ങനെ പോയി മാത്യു പറയുക, ദൈവം എത്രയോ വലിയൊരു എഞ്ചിനീയറാണ്. എല്ലാ വണ്ടികളും കൃത്യമായിട്ട് ഇങ്ങനെ പോകുന്നു, ഓരോ ട്രാക്കിലൂടെ അപകടം കൂടാതെ ഇങ്ങനെ പോകുന്നു. ആകാശത്തിലേക്ക് നോക്കിയ ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ ഇങ്ങനെ പല ഹൈറ്റിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കടലിൽ നോക്കി എന്തോരം കപ്പലുകളാണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരെങ്കിലും ക്രമക്കേട് കാണിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ക്രമക്കേട് കൊണ്ടുവരുന്നത് സാത്താനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം വലിയ എഞ്ചിനീയറാണ്. ദൈവം എല്ലാം ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ ദൈവത്തിന് നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം നന്ദിയുടെ ഒരു പാട്ട് പാടി നമ്മൾ പ്രാർത്ഥിക്കും. അതെന്തുകൊണ്ടാണെന്നറിയാവോ? അതെന്തുകൊണ്ടാണ് പറയാനുള്ള കാരണം, അപ്പോസ്തലന്മാരുടെ ഈശോ ഒരുപാട് കാര്യം പറഞ്ഞിട്ടും അവർക്ക് പറഞ്ഞ് പിടികിട്ടിയില്ല. മർത്തായുടെയും മറിയത്തിൻ്റെയും ലാസറിന്റെ സഹോദരിമാര് അവരുടെ വീട്ടിലെ സന്ദർശനം ഈശോ നടത്തിയിട്ടുണ്ട്. എന്നാലും എന്തുപറ്റി? അവരുടെ സഹോദരനായ ലാസർ മരിച്ചപ്പോൾ മർത്തായ്ക്ക് ഭയങ്കര ദുഃഖമായ ദേഷ്യമെല്ലാം ആ മകളിൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ അവർ അറിയിച്ചു, ലാസർ രോഗിയാണ്, ലാസറിന് നല്ല സുഖമില്ല. കർത്താവ് അതറിഞ്ഞു, ഒന്നും പ്രതികരിച്ചില്ല. വീണ്ടും അവരറിയിച്ചു. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല. ഉള്ള രീതിയിൽ അവർ കർത്താവിനെ അറിയിച്ചു, എൻ്റെ സുഹൃത്ത് ലാസർ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. കർത്താവ് ഒന്നും പറഞ്ഞില്ല. അവസാനത്തെ അറിയിപ്പ് കിട്ടി, ലാസർ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഈശോ പറയാണ് അങ്ങോട്ട് പോകാം. അപ്പോസ്തലന്മാർ ഓർത്തു, എന്ത് പരിപാടി ചെയ്തു? ആ 2 സഹോദരിമാര് ഞങ്ങളുടെ ഏക സഹോദരൻ ലാസർ രോഗിയാണെന്ന് അറിയിച്ചു, ഒന്നും പ്രതികരിച്ചില്ല. സീരിയസ് ആണെന്ന് അറിയിച്ചു, എന്നിട്ടും പ്രതികരിച്ചില്ല. മരിച്ചു എന്ന് കേട്ടപ്പോൾ ഈശോ പറയും, ഇപ്പൊ അങ്ങോട്ട് പോകാം. ഈ എന്തിനാ ഇനി പോകുന്നു? അപ്പൊ ഈശോ പറയുകയാണ്, ലാസർ മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ്. ആ കൊച്ചിന്റെ വീട്ടിലേക്ക് തലീത്താക്കും എന്ന് പറഞ്ഞ് ഈശോ വിളിച്ചപ്പോ ഈശോ കാരണം, ഈ കുഞ്ഞ് മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. മരണം ഒരു ഉറക്കമാണ്, മറ്റൊരു തലത്തിലേക്കുള്ളൊരു യാത്രയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈശോ ഇതാ വരികയാണ്.
ഈശോ വന്നപ്പോൾ ഇതാ മർത്ത ദുഃഖത്തോടെ ദുഃഖിച്ചിരിക്കുകയാണ് മർത്ത. അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, എന്തുകൊണ്ടാണ് ഈശോ വരാതിരുന്നത്? എത്രയോ ദിവസം മുമ്പ് പറഞ്ഞതാ ലാസർ രോഗിയാണ്, അന്ന് വന്നില്ല. സീരിയസ് ആണെന്ന് പറഞ്ഞ് എന്നിട്ടും വന്നില്ല, മരിച്ചപ്പോൾ വന്നിരിക്കും. ഇപ്പം എന്ത് കാര്യം? അതുകൊണ്ട് അവിടെ ഇങ്ങനെ ദുഃഖിച്ച് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ നേരെ ലാസറിന്റെ കല്ലറയുടെ മുമ്പിലേക്ക് പോയി. അപ്പൊ ഈശോ വന്നെന്ന് കേട്ടപ്പോൾ എല്ലാ യഹൂദരോട് വന്നിട്ടുണ്ട്. ധാരാളം പേരെ കല്ലറയ്ക്ക് ചുറ്റും കൂടി. കാരണം എന്താ? ഈശോ ഉണ്ടെങ്കിൽ അത്ഭുതം ഉറപ്പാകും. ഇഫ് യു ബിലീവ് ഇൻ ജീസസ്, ബിലീവ് ഇൻ മിറക്കിൾസ്. സേ ആമേൻ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക. അതുകൊണ്ടാണ് യഹൂദരെല്ലാം ഓടി വന്നത്. ഈശോ വന്നു കഴിഞ്ഞു, ഒരു അത്ഭുതം ഇവിടെ നടക്കും. ഈശോ വന്നാൽ അത്ഭുതം നടക്കും. ആ ഒരു ബോധ്യത്തോടെ യഹൂദരെല്ലാം വന്നു. പ്രിയപ്പെട്ടവരെ, പീഡാസഹനത്തിന് മുമ്പ് ഈശോ പ്രവർത്തിച്ച മഹാ അത്ഭുതമാണ് ലാസറിനെ ഉയർപ്പിച്ചത്. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് യഹൂദ റബ്ബിമാരെല്ലാം ഈശോയെ കൊല്ലാൻ വേണ്ടി പെട്ടെന്ന് ഒരു സന്നിധിയിൽ കൂടിയത്. ഈ ഒരു സംഭവമായിരുന്നു. കാരണം മരിച്ചവർ ഉയർത്തി വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി ഈശോനെ ഇങ്ങനെ വിട്ടാൽ ശരിയല്ല. അതുകൊണ്ടാണ്. അപ്പൊ ഈശോ വന്നു എന്ന് കേട്ടപ്പോൾ ആ നാട്ടിലുള്ള യഹൂദരെല്ലാം ഒന്ന് നിൽക്കുകയാണ്. കാരണം ഇവിടെ എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും ഇവിടെ സംഭവിക്കും. അപ്പൊ ഈശോ കല്ലറയുടെ മുമ്പിലേക്ക് നിൽക്കുക. പക്ഷേ ഈശോ ഒരു കാര്യം പറഞ്ഞു, ആ കല്ല് എടുത്തു മാറ്റും, റിമൂവ് ദാറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞപ്പോ യഹൂദരെല്ലാം നോക്കി നിൽക്കുകയാണ്, എന്തോ ഇവിടെ സംഭവിക്കും. പക്ഷെ മർത്ത എന്ത് പറഞ്ഞു? കല്ലെടുത്ത് മാറ്റാൻ. ഈ കല്ലെടുത്ത് മാറ്റിയാൽ ഭയങ്കര നാറ്റും മണം വരും. അവിടെ ആദ്യം നെഗറ്റീവ് ചിന്തയാണ് ആ തലയിലേക്ക് വന്നത്. ഈ ഇത്രയും ദിവസമായിട്ട് മരിച്ച് 4 ദിവസം, അവിടെ 4 ദിവസമായി ഈ മണം പിടിച്ചിരിക്കുന്ന കല്ലറ തുറക്കാൻ പറയുക. എന്ത് പരിപാടിയായിരുന്നു എന്നാണ് മർത്ത പറഞ്ഞത്. എന്നാൽ മറ്റുള്ളവരെല്ലാം നോക്കി നിൽക്കുക. എന്തെങ്കിലും ഈ അത്ഭുതം സംഭവിക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? ശരിക്കും ലാസർ ഉയർത്ത് വന്നാൽ ഗുണമുള്ളത് ഈ മർത്തയ്ക്കും മറിയത്തിനുമാണ്. എന്നാൽ അത് ആവശ്യമുള്ള ആൾ തന്നെ പറയുകയാണ്, ഇത് തുറന്നാൽ ഇപ്പോൾ വലിയ മണം വരും. അതുകൊണ്ട് അവിടെ പറഞ്ഞു, stench will come, it is better not to open the tomb. Jesus said, remove that stone. ആ കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞു. ആ കല്ല് ദൈവം കൊണ്ട് വെച്ചൊന്നുമല്ല, മനുഷ്യൻ കൊണ്ട് വെച്ച് അടച്ച കല്ലാണ്. മനുഷ്യൻ വെച്ചത് മനുഷ്യൻ തന്നെ എടുത്ത് മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ വെച്ച കല്ല് മനുഷ്യൻ തന്നെ എടുത്ത് മാറ്റണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ ആ കല്ലെടുത്ത് മാറ്റുക. എന്നാൽ ഇതാ ഈശോയുടെ മരണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈശോയുടെ കല്ലറയിലേക്ക് മഗ്ദലന മറിയം ഓടിച്ചെന്നു. അവർ ഇങ്ങനെ ആരും കല്ലെടുത്ത് മാറ്റും? ഇത്രയും പടയാളികൾ മുക്കിയെടുത്ത് കല്ലറയിൽ കൊണ്ട് വെച്ചവൻ ആരെടുത്ത് മാറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഓടിച്ചെന്നപ്പോഴത്തേക്ക് ആ കല്ല് ഓൾറെഡി മാറ്റപ്പെട്ടിരുന്നവർ കണ്ടു. ഇറ്റ് ഈസ് ഓൾറെഡി റിമൂവ്ഡ്. പ്രൈസ് ദി ലോർഡ്. അത് അകത്തുനിന്ന് മാറിയതാ, ആ ദൈവത്തിന്റെ ശക്തിയായി. പ്രിയപ്പെട്ടവരെ, മർത്തായിക്കും മറിയത്തിനുമാണ് ലാസർ ഉയർക്കേണ്ടത്. അവർക്ക് ഒറ്റ സഹോദരനേ ഉള്ളൂ. അവനാണ് കുടുംബം പോറ്റുന്ന വ്യക്തി, ഈശോയുടെ വലിയ സ്നേഹിതൻ. എന്നാൽ അവിടെ തന്നെ പറയുകയാണ്, ഈ കല്ലെടുത്ത് മാറ്റിയ പ്രശ്നമാണ്, ആ കല്ലെടുത്ത് മാറ്റിയ പ്രശ്നമാണ് എന്നോട് പറഞ്ഞപ്പോൾ ഈശോ ആദ്യം ചോദിക്കുന്നുണ്ട്, മർത്ത, where is your faith? എവിടെയാണ് മകളെ നിന്റെ വിശ്വാസം എന്ന് കർത്താവ് ചോദിച്ചു. അപ്പോ മർത്ത പറഞ്ഞു, ഈശോയെ, ലാസർ ഉയർക്കുമെന്ന് എനിക്കറിയാം, അതൊക്കെ എനിക്കറിയാം. അത് അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിലല്ലേ? ഈശോ പറയാണ്, I am the resurrection. ഞാനാണ് പുനരുദ്ധാനം. ഇതാണ് ഈശോ ഒറ്റ വചന പറഞ്ഞു, I am the life. ഞാനാണ് ജീവൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് Book of Wisdom, chapter 3, verse 1, we read like this: The souls of the just are in the hands of the Lord. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവകരങ്ങളിലാണ്. ലാസർ നീതിമാനായ വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഈശോ പറയാണ്, അത് എൻ്റെ കയ്യിലുണ്ട്, അവൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇൻകാർണേഷനിലൂടെ ദൈവപുത്രനായ ഈശോ ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരെയും തന്റെ ശരീരത്തിലേക്ക് ആവഹിച്ചു. അത് ക്രിസ്ത്യാനി മാത്രമൊന്നുമല്ല, കത്തോലിക്കിന് മാത്രമല്ല, എല്ലാവരും ഈശോയുടെ ശരീരത്തിലുണ്ട്. പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. എല്ലാ ഹൈന്ദവരും, എല്ലാ മുസ്ലിം സഹോദരങ്ങളും എല്ലാവരും ഈശോയുടെ ശരീരത്തിലുണ്ട്. അതിനാണ് ഈശോ മനുഷ്യാവതാരം ചെയ്തത്. അതുകൊണ്ട് ഈശോ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ദൈവമാണ്. അതുകൊണ്ട് ഈശോ മർത്തായോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും. ഇഫ് യു ബിലീവ്
you will see the glory of God. Say amen. ഏറ്റു പറഞ്ഞ് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. യോഹന്നാൻ 11:40 ഈശോ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. പറഞ്ഞ് യേശുവോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? മറ്റുള്ളവർ പറഞ്ഞൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു വിശ്വസിക്കുക. ഞാൻ ആരാണ്? ആൽഫയും ഒമേഗയും, ആദിയും അന്ത്യവും, ജീവനും പുനരുദ്ധാനവും. ആ ഈശോ തൊട്ടുപിടുന്നിട്ട് പറഞ്ഞു, അപ്പോൾ അവിടെ ഞാൻ വിശ്വസിക്കുന്നു. ഭൂകർത്താവേ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞത്, ലാസറേ പുറത്ത് വരിക, മരിച്ചവർ പുറത്തേക്ക് വന്നു. ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ വിശ്വാസത്തിൽ ഉറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോസ്തലന്മാർ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എവിടെയെന്ന് പറഞ്ഞത്? ലൂക്ക 17:5. Gospel of Luke chapter 17 verse 5. The apostles said to the Lord, Master, increase our faith. അപ്പോസ്തലന്മാർ ഈശോയോട് പറഞ്ഞു, ഏറ്റു പറഞ്ഞു. ലൂക്ക 17:5. അപ്പോസ്തലന്മാർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമയത്ത് നന്ദിയുടെ ഒരു പാട്ട് പാടാം. എന്തിനാണ് നന്ദിയുടെ പാട്ട് പാടാമോ? നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം സാധിച്ചു എന്ന് വിശ്വസിക്കണം. ഇതൊന്നും ഇങ്ങനെ പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവം ആവശ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ നന്ദിയുടെ ഒരു പാട്ട് പാടാൻ പോവാം. ഞാനൊരു കാര്യങ്ങൾ നിങ്ങളോട് പറയാം. യോനാ പ്രവാചകൻ ജീവിതത്തിലേക്ക് നിൽക്കുക. യോനായോട് ദൈവം പറഞ്ഞു, എന്റെ പ്രവാചക, നീ നിനവേയിൽ പോയി വചനം പ്രസംഗിക്കുക. അവിടെ ഒത്തിരി പേര് ദൈവത്തെക്കുറിച്ച് ചിന്തയില്ല, പാപം ചെയ്ത് സോദോം ഗൊമോറ പോലെ കിടക്കുകയാണ്. നീ അവരോട് അനുദമിക്കാൻ പറയില്ല, നിങ്ങളെല്ലാം നശിക്കും എന്ന് പറഞ്ഞു. യോന നിനവയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഭയങ്കര മല്ല് പിടിച്ച മനുഷ്യരാണ് അവിടെ ഉള്ളത്. എന്നാൽ അപ്പുറത്തേക്ക് നോക്കിയാൽ താർശിഷിലേക്ക് നോക്കിയാൽ നല്ല പാട്ടും കൂത്തൊക്കെയാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ അനുസരിച്ച് നിനവേക്ക് പോകാനായിട്ട് യോന കടൽ തീരത്തെത്തി. അപ്പൊ അവൻ കണ്ടു, അവൻ നിനവേയിലുള്ള കപ്പൽ നോക്കിയപ്പോൾ അതിലധികം പേരൊന്നും ഇല്ല. തന്നെ അങ്ങോട്ട് പോയാൽ തല്ല് കിട്ടുന്നതിന് ഉറപ്പാ. അതുകൊണ്ടാണ് അപ്പുറത്തെ കപ്പലിലേക്ക് നോക്കിയപ്പോൾ അവിടെ പാട്ടും കുത്തൊക്കെ കുറെ പേര് ഇരിപ്പുണ്ട്. അവൻ ആ കപ്പലിൽ കയറി. ആ കപ്പലിൽ കയറിയിട്ട് ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം. അവസാനം അവര് കുറിയിട്ടു. അത് ദൈവവിശ്വാസമുള്ള ആരോ ഉണ്ടായിരുന്നു. കുറിയിട്ടപ്പോ കപ്പലിന്റെ അടിയിലിരുന്ന് യോനായും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ യോന പറഞ്ഞു, ഞാനാണ് പ്രശ്നക്കാരൻ, ഞാൻ മൂലമാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ എന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞാൽ ഈ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു. മനസ്സോടെ ആ കപ്പിത്താൻ ഇങ്ങോട്ട് ചേർന്ന് യോനായി എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. അവനെറിഞ്ഞപ്പോൾ യോന നിലവിളിച്ചു. അങ്ങനെ യോന അവസാനം മത്സ്യത്തിന്റെ ഉദരത്തിലെത്തി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ സംഭവം അമേരിക്കയിലെ ഡാളസിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും ഇംഗ്ലീഷിലെ. അപ്പോൾ ഒരു കൊച്ചെഴുന്നേറ്റെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഫിഷ് കെയിം ആൻഡ് സോളോഡ് ഹിം. ഫാദർ, ഇറ്റ് ഈസ് നോട്ട് എ ഫിഷ്, ഇറ്റ് ഈസ് എ വെയിൽ. ഇവിടുത്തെ പിള്ളേരുടെ ഒരാൾ ശ്രദ്ധിക്കില്ല, അത് വെയിലാണെന്ന് പറഞ്ഞു. അത് ഇപ്പോഴും എന്നോട് പറഞ്ഞു. അവനെ കാണുമ്പോൾ പറയും, ഇവിടെ നീ ഭയങ്കര ബുദ്ധിമാനാണല്ലോ, അച്ഛനെ തെറ്റുപറ്റിയാൽ നിനക്ക് തെറ്റുപറ്റി പോയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വലിയ ഫിഷ് എന്നാ പറഞ്ഞത്, ഹ്യൂജ് ഫിഷ്. അവൻ പറഞ്ഞു, ഫാദർ, നോട്ട് എ ഹ്യൂജ് ഫിഷ്, ഇറ്റ് ഈസ് എ വെയിൽ. സോ അപ്പോൾ ദൈവം മനസ്സത്തോട് കൽപ്പിച്ച് ഇവരെ വിഴുങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇതാ യോന അവസാനം മത്സ്യത്തിന്റെ ഉദരത്തില് അവിടെ നിന്നുകൊണ്ട് യോന ഒരു പ്രാർത്ഥന ചൊല്ലി. കാരണം ഇനി ഒരു വഴിയിൽ എല്ലാ വഴിയും അടയ്ക്കപ്പെട്ടു. അവൻ മത്സ്യത്തിന്റെ ഉദരത്തിലായി. മത്സ്യത്തിന്റെ ഉദരത്തിലിരുന്ന് യോന ഒരൊറ്റ പ്രാർത്ഥന ചൊല്ലി. എന്ത് പ്രാർത്ഥനയാണ്? വളരെ മനോഹരമായ പ്രാർത്ഥന യോന ചൊല്ലി. മത്സ്യത്തിന്റെ ഉദരത്തിൽ എന്തായിരുന്ന പ്രാർത്ഥന? ഈ പ്രാർത്ഥന യോന ചൊല്ലിയപ്പോൾ ദൈവം കൽപ്പിച്ചു മത്സ്യത്തോട് വാതവനെ ശബ്ദിക്കുക. അങ്ങനെ മത്സ്യം അവന് ശബ്ദിച്ചു. ആ ഒരു പ്രാർത്ഥന യോന ചൊല്ലിയപ്പോഴാണ്. അത് ഏത് പ്രാർത്ഥനയാണ്? യോന ഒരു പ്രാർത്ഥന ചെയ്തു. Very beautiful prayer. He prayed in the belly of the whale. While he was in the belly of the whale, Jonah prayed like this: Lord, I will offer a sacrifice of thanksgiving. ദൈവമേ, ഞാൻ നിനക്ക് കൃതജ്ഞതയുടെ ബലിയർപ്പിക്കും എന്ന് യോന പ്രാർത്ഥിച്ചു. വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. ആ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. Then the Lord commanded to the fish to spew him there in the seashore.
ആ പ്രാർത്ഥനയുടെ ദൈവം മനസ്സിനോട് കൽപ്പിച്ചത് യോനാ പ്രവാചകന്റെ പുസ്തകം 2-9 വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ ഇങ്ങനെ ദൈവമേ, ഞാൻ നിനക്ക് നന്ദിയുടെ ബലിയർപ്പിക്കും, കൃതജ്ഞതയുടെ ബലിയർപ്പിക്കും എന്ന് യോന പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മനസ്സിനോട് കൽപ്പിച്ചു അവന് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരിക്കലും സാധിക്കാത്ത സംഭവം, മരിച്ചു പോകേണ്ടതായിരുന്നു, മരണം മാത്രം മുന്നിലുള്ളൂ. അവൻ ആ ഗുഹയ്ക്ക്, വലിയ ഗുഹയ്ക്കകത്തിരുന്ന പോലെ ഇരിക്കുകയാണ്, എല്ലാം വഴി അടയ്ക്കപ്പെട്ടു. എന്നാൽ നന്ദി പറയും എന്ന് പറഞ്ഞപ്പോൾ ദൈവം മനസ്സിനോട് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് നീ ചെയ്യേണ്ടത് ദൈവത്തിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞകാല ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ 2 കിഡ്നി ഫെയിലറായിട്ട് ആശുപത്രി കിടന്ന ആളായിരുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചെറുപ്പത്തിൽ ഏകദേശം 12 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ 2 കിഡ്നിക്ക് ഫെയിലറായി. ഞാൻ കുറേ നാൾ സ്കൂളിൽ പോയില്ല. സ്കൂളിൽ പോകാതെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അസംഷൻ ഹോസ്പിറ്റലിൽ സിസ്റ്റേഴ്സ് നടത്തുന്ന സേക്രഡ് ഹാർട്ട് സിസ്റ്റേഴ്സ്, അവരുടെ എൻ്റെ വീട്ടിൽ വലിയ പൈസയൊന്നും ഇല്ലായിരുന്നു, വലിയ പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ മിഷൻ ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പോൾ അവിടെ കുറേ നാൾ ഞാൻ ആശുപത്രി, എന്നെ ചികിത്സിച്ച ഡോക്ടർ മേഴ്സ് എന്ന ഡോക്ടറാണ്. ആ ഡോക്ടർ ഈ ഇടയ്ക്ക് മരിച്ചുപോയി. അപ്പോൾ ആ ഡോക്ടർ കുറേ നാൾ ചികിത്സിച്ചിട്ട് എന്നെ കോഴിക്കോടേക്ക് പറഞ്ഞു വിട്ടു. അപ്പനും അമ്മയും എന്നെയായിട്ട് കോഴിക്കോടേക്ക് പോയി. അവിടുത്തെ ഒരു ഡോക്ടർ എന്നെ കുറേ നാൾ ചികിത്സിച്ചു. ആ ഡോക്ടർ ഇന്നും ഉണ്ട്. ഡോക്ടർ തോമസ് മാത്യു എന്ന് പറയും. അദ്ദേഹം നെഫ്രോളജി വിഭാഗത്തിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. അതൊരു കാത്തലിക്കല്ല, അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റന്റ് സ്വഭാവത്തിൽപ്പെട്ട ഡോക്ടറാണ്. അപ്പോൾ ഈ ഡോക്ടർ ഇന്നും ഉണ്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ. ഈ ഡോക്ടർ എന്നെ ചികിത്സിച്ചു. കുറേ നാൾ ഞാൻ മരുന്നൊക്കെ കഴിച്ചു. അവസാനം എന്നെ ഇതാ പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു, നേർച്ചയായിട്ട് തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ തൊട്ട് സുഖപ്പെടുത്തുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവം നിർത്തിയതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഡോക്ടറുടെ സഹായമുണ്ട്, മരുന്നിന്റെ സഹായമുണ്ട്, എല്ലാവരും ഈ സൗഖ്യം തരുന്ന കർത്താവ് നിർത്തിയതുകൊണ്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നീട് ഒരു ധ്യാനം കൂടിയപ്പോൾ ധ്യാനാവസരത്തിൽ ആ ബ്രദർ ഇങ്ങനെ ചോദ്യം ചോദിച്ചു, ഡു യു വാണ്ട് ടു ബിക്കം എ പ്രീസ്റ്റ്? സഹോദര, നിനക്കൊരു വൈദികനാകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ +2, ഞാൻ ആദ്യത്തെ +2 പാസ്സാണ്, +2 സയൻസ്. അത് കഴിഞ്ഞ് ഈ ജോലിക്ക് വല്ല വഴിയുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാനും കൂടെ പോയതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൻ്റെ പെങ്ങളെ സൗദിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുക, എങ്ങനെയെങ്കിലും രാജ്യത്തിന് പുറത്തു പോകണം, എന്തെങ്കിലുമൊക്കെ ജോലി ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് ആരും ധ്യാനം കൂടിയാൽ ക്ലാരിറ്റി കിട്ടുമെന്ന് പറഞ്ഞു. വിസയുടെ തടസ്സം ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും. പ്രൈസ് ദി ലോർഡ്. ജോലി തടസ്സങ്ങളൊക്കെ മാറും. അങ്ങനെയൊക്കെ കേട്ട് എന്തെങ്കിലും വഴി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ധ്യാനത്തിന്. അപ്പോൾ അവിടുത്തെ ഒരു സഹോദരൻ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് കർത്താവിന് ശുശ്രൂഷ ചെയ്തുകൂടാ? ദൈവമല്ലേ ഇതിനെ സുഖപ്പെടുത്തിയെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് ശരിയാണല്ലോ, നമ്മുടെ കർത്താവിനെ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞാൻ തീരുമാനമെടുത്തു, അങ്ങനെ പുരോഹിതനാകാൻ തീരുമാനിച്ചാണ്. അപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്, ദൈവം നിർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ കുട്ടികൾക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതിനുശേഷം നമ്മുടെ കർത്താവിൻ്റെ ആശ്രമത്തിൽ എല്ലാ നേഴ്സുമാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളത് എഴുന്നേറ്റ് തന്നെ എല്ലാ നേഴ്സുമാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പുരോഹിതർക്കും വേണ്ടി നമ്മൾ പാടും. 2 കരങ്ങൾ ഉയർത്തി ഇന്ന് നന്ദിയുടെ ഒരു പാട്ട് നമ്മൾ പാടാൻ പോകാം. നന്ദിയുടെ പാട്ട് 2 കരങ്ങൾ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആമേൻ എന്ന് പറയണം. കർത്താവേ, എല്ലാ പുരോഹിതരെയും അനുഗ്രഹിക്കണമേ. ഈ കുവൈത്തിലുള്ള എല്ലാ പുരോഹിതരെയും അനുഗ്രഹിക്കണമേ. ഭാവി പുരോഹിതരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ കന്യാസ്ത്രീകളെ അനുഗ്രഹിക്കണമേ. എല്ലാ നേഴ്സുമാരെ അനുഗ്രഹിക്കണമേ. നേഴ്സസ് മിനിസ്ട്രി അനുഗ്രഹിക്കണമേ. പുതിയ ശുശ്രൂഷ മേഖലകൾ തുറന്നു തരണമേ. ഇംഗ്ലീഷിലുള്ള ശുശ്രൂഷയ്ക്ക് അവിടുന്ന് വഴി തുറക്കണമേ. ധാരാളം മക്കളെ കൂട്ടിക്കൊണ്ടുവരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. കുട്ടികളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭയം എടുത്ത് മാറ്റണമേ. അവർക്ക് ജ്ഞാനം വിവേകവും കൊടുക്കണമേ. മാതാപിതാക്കൾക്ക് വിധേയപ്പെടാനുള്ള കൃപ കൊടുക്കണമേ. അവർക്ക് പുത്തൻ അഭിഷേകം നൽകണമേ. എല്ലാ രോഗികളെ സുഖപ്പെടുത്തണമേ. ഈ അറേബ്യൻ നാടുകളെ അനുഗ്രഹിക്കണമേ. ധാരാളം സുവിശേഷമല്ലേ എന്നവരെ ഉയർത്തണമേ. അത്ഭുതങ്ങളുടെ അടയാളങ്ങളും സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആബാപിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 2 കൈകളും അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇത്രത്തോളം നന്ദി പറഞ്ഞ് പാടാൻ പോവാം.
കൽപ്പകാലത്തിലെ കഷ്ടപ്പാടുകളും ഇന്നത്തെ ദുഃഖങ്ങളൊന്നുമില്ല. അതിനെ ഏറ്റവും വികസിപ്പിക്കുക. ദൈവത്തെ കുറിച്ച് നന്ദി പറഞ്ഞ് നമുക്ക് പാടാം. യോന പറഞ്ഞു, ഞാൻ കർത്താവിനെ കൃപകളെ വികസിപ്പിക്കും. അപ്പോൾ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നന്ദി പറയാം. നിന്റെ പ്രാർത്ഥനകളെല്ലാം ദൈവം സാധിച്ചു. സന്തോഷത്തോടെ കൈയടിച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞവർ പാടാൻ. ഞാനൊരു കുടുംബവും ദൈവത്തെ ആരാധിക്കും. ഈ സെറ്റിൽ ഞങ്ങൾ ആരാധിക്കുന്നു. കൈകൾ താഴ്ത്തി കൈകളടിച്ച് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. അപ്പോസ്തലന്മാരെ യേശുവേ നന്ദി, യേശുവേ സ്തുതി. നേരത്തെ അനൗൺസ് ചെയ്തവരെ അച്ഛൻ പ്രാർത്ഥിച്ചവരോട് കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം സാധിക്കുന്ന കുട്ടികളെല്ലാം മാതാപിതാക്കളുടെ മുമ്പിൽ വന്ന് നിൽക്കുക. താരയിലേക്ക് വരണമെന്നില്ല, ഇവിടെ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ എവിടെയാണോ അവിടെ നിങ്ങളെ മുട്ടുകുത്തി നിൽക്കുക. സോ ഓൾ ദ ചിൽഡ്രൻ കൈൻഡ്ലി kneel down with the priest. We are going to pray. അച്ഛനും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പ്രത്യേക കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടല്ലോ. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ കുട്ടികൾക്ക് ഇപ്പൊ തന്നെ മുന്നോട്ട് നിൽക്കുകയാണ്. യു ആർ വെരി ഒബീഡിയന്റ് ആൻഡ്
So we are going to pray for the little children. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. കുട്ടികളെല്ലാം ഏറ്റു പറഞ്ഞ് ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അത് ഏത് വചനമാണ്? വെരി ഗുഡ്. Luke 2:52. Please repeat. Luke 2:52. Jesus was growing in wisdom and in stature in front of God and men. ഈ വചനം നിങ്ങൾ പൂർത്തിയായിട്ട് എല്ലാ കുഞ്ഞുങ്ങളും ഒരു കൈ ഉയർത്തിപ്പിടിച്ച് പ്ലീസ് ലിഫ്റ്റ് യുവർ റൈറ്റ് ഹാൻഡ്. ഇടത് കൈ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. ലെഫ്റ്റ് ഹാൻഡ് കീപ് ഓൺ യുവർ ലെഫ്റ്റ് ചെസ്റ്റ്. അതിന്റെ പ്രാർത്ഥിച്ച് നല്ലവനായ ഈശോയെ, ഈ വചനപ്രകാരം ലൂക്ക 2:52 ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. നല്ലവനായ ഈശോയെ, അങ്ങേ പോലെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് 30 വർഷക്കാലം നസ്രത്തിൽ തിരുക്കുടുംബത്തിൽ ജീവിച്ചതുപോലെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ കുട്ടികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബത്തിനും ഇടവകയ്ക്കും നാടിനും അഭിമാനമായി ലോകത്തിൻ്റെ പ്രകാശമായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുട്ടികളെ 2 കരങ്ങളും തലയിലേക്ക് കമിഴ്ത്തി വെച്ച്, 2 കരങ്ങളും തലയിലേക്ക് കമിഴ്ത്തി വെച്ച് നിങ്ങളെ ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ ഹന്നാമ്പള്ളം തെളിച്ച് വിശുദ്ധിയുന്നു. തലയിലേക്ക് ഹന്നാമ്പള്ളം കുടിക്കും. ഹന്നാമ്പള്ളം ഹോളി വാട്ടർ, അതൊരു ഭയങ്കര പവറാണ് ഹന്നാമ്പള്ളത്തിൻ്റെ പവർ. അപ്പോൾ ആ ഹോളി വാട്ടർ വീഴുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, ആബാപിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിൽ എൻ്റെ ചിന്തകളെയും ഭാവനകളെയും മനസ്സിനെയും ശരീരത്തിനെയും കഴുകി വിശുദ്ധീകരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൈകൾ തുറന്ന് വിളിച്ചോ. നമ്മുടെ പാട്ടുകാര് ഫയർ മെമ്പേഴ്സ് പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ട് പാട്ട് പാടുമ്പോൾ ബഹുമാനപ്പെട്ട നിങ്ങളുടെ എല്ലാ മേലെ വിശുദ്ധ ജലം തെളിച്ച് വിശുദ്ധീകരിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36:25 വചനം പറയുകയാണ്, ഞാൻ അവരുടെ പേര് ശുദ്ധജലം തെളിക്കും. I will sprinkle clean water upon you and you will be cleansed from all your uncleannesses. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധീകരണം തെളിക്കും. എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങളെ ശുദ്ധീകരിക്കും. കർത്താവ് അവരുടെ ചെയ്യുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പാടുന്ന സമയത്ത് എല്ലാവരും കുട്ടികളെല്ലാവരും കൈകൾ തുറന്നു പിടിച്ച് ഈശോയിലേക്ക് നോക്കി. ഈശോ പറഞ്ഞ് കുട്ടികൾ എൻ്റെ അടുത്ത് അനുവദിക്കും. സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. നിങ്ങളെല്ലാം ഈശോ അനുഗ്രഹിക്കുന്ന നിമിഷം. ജീവനില്ലാത്ത
നിറഞ്ഞിടുക. പരിശുദ്ധാത്മാവേ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് അവിടുത്തെ നിയന്ത്രണം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും ഈശോ അനുഗ്രഹിച്ചു. നിങ്ങൾക്കൊരു പ്രാർത്ഥന നിങ്ങളെ ചെല്ലാനുണ്ട്. അത് നിങ്ങൾ മാതാപിതാക്കൾക്കൊട്ടുള്ള പ്രാർത്ഥനയാണ്. മാതാപിതാക്കൾക്കൊട്ടുള്ള പ്രാർത്ഥിക്കണം, അവരെ നിങ്ങൾ അനുസരിക്കണം. അതുകൊണ്ട് ഒരു കൈ ഉയർത്തിപ്പിടിച്ച എല്ലാ കുട്ടികളും അപ്പനമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച നല്ലവനായ ഈശോയെ, എൻ്റെ മാതാപിതാക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവരെ സുഖപ്പെടുത്തണമേ, അവർക്ക് സമാധാനം നൽകണമേ. അവരെ ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാ കുഞ്ഞുങ്ങളും മാതാപിതാക്കൾ കൊണ്ടൊരു നന്മ നിറഞ്ഞവരെ ചൊല്ലിക്കുക. ഉറക്കെ നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. എല്ലാ കുട്ടികളും കൈകൾ കൂപ്പി ശിരസ് വെച്ച് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പൊക്കോ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇതിനു വേണ്ടിയിട്ടുണ്ടോ പ്രാർത്ഥിക്കുന്ന സമൂഹം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും കുട്ടികളെ ഞാൻ തോറ്റു ചിന്തിച്ചിരിക്കുന്നവരുണ്ടോ, കൈയൊന്നും പൊക്കണ്ട. അങ്ങനെയുള്ളവർക്ക് വചനം പറഞ്ഞു തരാം. ആ വചനം ഇതാണ്: സ്വർഗത്തിലുള്ള ദൈവം നമുക്ക് വിജയം തരും. ഏതാണ് വചനം? നെഹേമിയ 2:20. എല്ലാ പ്രശ്നത്തിനും ഉത്തരം ബൈബിളിൽ കിടപ്പുണ്ട്. നമ്മൾ വചനം അറിയത്തില്ല നമ്മുടെ പ്രശ്നം. മനസ്സിലാണ് ഏറ്റു പറഞ്ഞ സ്വർഗത്തിലുള്ള ദൈവം ഞങ്ങൾക്ക് വിജയം തരും. വചനം നെഹേമിയ 2:20. ഏറ്റു പറഞ്ഞ സ്വർഗത്തിലുള്ള ദൈവം ഞങ്ങൾക്ക് വിജയം തരും. സ്വർഗത്തിലുള്ള ദൈവം ഞങ്ങൾക്ക് വിജയം തരും. പരീക്ഷയെ ഭയപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം എപ്പോഴും ഓർക്കുക. വചനം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഡു നോട്ട് ബി അഫ്രൈഡ്, ഐ വിൽ ബി വിത്ത് യു. പറഞ്ഞേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. കോഡക്സ് അവിടുന്ന് എല്ലാ കുട്ടികളും വലതുകരം വീശോട് നേരെ ഉയർത്തിപ്പിടിച്ചോ. ഇനി മാതാപിതാക്കൾ നിങ്ങളുടെ കുട്ടികൾ ഇവിടെ ഇല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ ആ കൂട്ടുകാരനോ കൂട്ടുകാരോ ഇവിടെ ഇല്ലെങ്കിൽ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളെ പോലുള്ള അനേകം പേർക്കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഇവിടെ ഉള്ളവരെല്ലാം 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ ഓർക്കുക. അതുപോലെ പ്രത്യേക ശിശുവോട് ഈ യുവാക്കൾ, ഈ യങ്സ്റ്റേഴ്സ്, ഇവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ നിൽക്കുന്ന കുട്ടികളെല്ലാം ഇടതുകൈ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലതുകരം ഈശോയോട് നേരെ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, രക്ഷകനായ ഈശോയെ, പരീക്ഷയ്ക്ക്
ആവശ്യമായ ജ്ഞാനവും വിവേകവും ബുദ്ധിയും അറിവും ഓർമ്മശക്തിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ടീച്ചേഴ്സിനെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഈശോയെ ഭയവും ആകുലതയും എടുത്തുമാറ്റി ഇത് ധൈര്യപ്പെടുത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ അധ്യാപകർക്ക് വേണ്ടി, ഞങ്ങളെ പോലെ പരീക്ഷ എഴുതുന്ന മറ്റു കുട്ടികൾക്ക് വേണ്ടി, ഈ നാട്ടിലെ എല്ലാ അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ അച്ഛന്മാരെ പെട്ടെന്ന് നിങ്ങളുടെ തലയിൽ നിന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു പോകും. ഒരു കുരിശ് വരച്ച് പ്രാർത്ഥന കിട്ടുന്നതിന് പെട്ടെന്ന് തിരിച്ചു പോവുക. വേറെ ഒരു പാട്ട് ഈ പാടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു പ്രാർത്ഥന പെട്ടെന്ന് വിട്ടേ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു പോകും. ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥന സ്വീകരിക്കുക. ധൈര്യമായിട്ട് പരീക്ഷയ്ക്ക് പോകുക.
പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് Israel,